ഓൾ, ഇതെൻ്റെ ആദ്യത്തെ യൂട്യൂബ് വീഡിയോ ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. നിങ്ങളാരെങ്കിലുമൊക്കെ ഒന്ന് കയറി നോക്കിയാൽ മനസ്സിലാവും. കൃത്യം 1 വർഷം മുന്നേ ഞാൻ 2 ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതെൻ്റെ റീൽസാണ് കേട്ടോ. ഒരു തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ 2 റീൽസ്. എന്നാലും അത്യാവശ്യം മോശമൊന്നും, അത്ര മോശമൊന്നുമല്ല, എന്നാൽ കുറച്ച് നല്ല ഇത് തന്നെയാണ് ഞാൻ ഷോർട്സ് ആക്കി ഇട്ടത്. പിന്നെ അതിനുശേഷം ഈ ഒരു ഏരിയയിലേക്ക് ഞാൻ വന്നിട്ടില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നീട് അങ്ങോട്ട് വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ വന്നില്ല. സാധാരണ എല്ലാവരും പറയുന്നത് പോലെ ക്യാമറ കൊള്ളില്ല, ലൈറ്റില്ല, പിന്നെ ഒരു മൂഡില്ല, അങ്ങനെയൊക്കെ. അതുകൊണ്ട് വീഡിയോ ചെയ്തില്ല. പിന്നെ ഇപ്പോൾ വന്നതിൻ്റെ ഉദ്ദേശം, പിന്നെ അതിനുശേഷം കുറച്ച് കാലം ഈ അടുത്ത കാലത്തായിട്ട് കുറച്ച് അവിടെ ഇവിടെയൊക്കെ യാത്ര ചെയ്തതിൻ്റെ കുറച്ച് വീഡിയോസ് ഇതിൽ കിടപ്പുണ്ട്. അപ്പം ഞാൻ കരുതി എന്തായാലും ഇടാൻ നമുക്കൊരു സാധനം ഉണ്ടല്ലോ, അപ്പോൾ ഇതാണ് കറക്റ്റ് സമയം എൻ്റെ ഈ ചാനൽ പൊടി തട്ടിയെടുക്കാമെന്ന് കരുതി. അങ്ങനെ ഞാൻ ഇന്നലെ എൻ്റെ മുഴുവൻ മോട്ടിവേഷനിലും ഫുൾ ഓവർ കോൺഫിഡൻസിലും ഞാനൊരു ഷോർട്സ് അപ്ലോഡ് ചെയ്തു. അതൊന്നും ആരും കാണാൻ വഴിയില്ല, എന്നാലും ഇവിടെ പറഞ്ഞു തന്നേ ഉള്ളൂ. ആ ഷോർട്സ് ഭയങ്കര സിമ്പിളായിട്ട് ഒരു 1 മിനിറ്റ് ഡ്യൂറേഷനിൽ ഭയങ്കര ഈസി ആയിട്ട് ഞാൻ എഡിറ്റ് ചെയ്തിട്ടു. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഓവർ കോൺഫിഡൻസ് എവിടുന്നോ കിട്ടി. അപ്പോൾ ഞാൻ കരുതി ഇനി കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടാമെന്ന്. ആ ഒരു കോൺഫിഡൻസിൽ ഇന്ന് ഞാനൊരു ഗെറ്റ് റെഡി വിത്ത് മീ എടുത്തു. അതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഗെറ്റ് റെഡി വിത്ത് മീ ക്യാമറയെ പറ്റി വളരെ നല്ല നോളജ് എനിക്ക് ഉണ്ടായതുകൊണ്ട് തന്നെ, വളരെ നല്ല നോളജ് ഉണ്ടായതുകൊണ്ട് തന്നെ അധികം പാടൊന്നും പെടേണ്ടി വന്നില്ല. കുറച്ചധികം കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. വീഡിയോ എടുക്കുന്നതിനെക്കാട്ടിയും എനിക്ക് കുറച്ച് കഷ്ടം തോന്നിയത് ഇതിൻ്റെ എഡിറ്റിംഗ് ആയിരുന്നു. യൂട്യൂബിലൊക്കെ വീഡിയോസ് കാണുമ്പോൾ എന്താ രസം, ആൾക്കാരെന്ത് സ്മൂത്തായിട്ടാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ എഡിറ്റ് ചെയ്യാനിരിക്കുമ്പോഴേ അതിൻ്റെ ഇത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. എൻ്റെ പ്രോ എഡിറ്റിംഗ് ആണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാധനം എഡിറ്റ് ചെയ്യാൻ തന്നെ എൻ്റെ ക്ഷമയുടെ നെല്ലിപ്പലക മുഴുവൻ കണ്ടിട്ടാണ് ഇതിങ്ങനെ ആക്കി വെച്ചിരിക്കുന്നത്. ഇതിൽ നന്നായിട്ട് എഡിറ്റ് ചെയ്യാൻ എനിക്കറിയാം കേട്ടോ. അറിയാൻ വേണ്ടിയിട്ടൊന്നുമല്ല, പോകെ നമുക്ക് ശരിയാക്കി എടുക്കാം. എന്തായാലും ഈ എഡിറ്റിങ്ങിൻ്റെ പിന്നിൽ കുറേ ടൈമും കുറച്ച് എഫേർട്ടും, അതായത് ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ എഫേർട്ടൊക്കെ എടുത്തത്. അപ്പോൾ അതുണ്ടായതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇവിടെ കിടന്നോട്ടെ, അല്ലെങ്കിൽ രണ്ടും കൽപ്പിച്ച് ഞാൻ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചത് ഷോർട്സിലാണ് കേട്ടോ. ഷോർട്സിൽ അപ്ലോഡ് ചെയ്യാൻ പോയപ്പോഴാണ് അറിഞ്ഞത് 3 മിനിറ്റിൽ കൂടുതലുള്ള ഒരു വീഡിയോസിനും നമുക്ക് സോങ്സ് ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ അത് ഷോർട്സിൽ അപ്ലോഡ് ചെയ്യാനോ പറ്റില്ല എന്ന്. അങ്ങനെ ഞാൻ പിന്നെയാണ് ആ സത്യം മനസ്സിലാക്കിയത്. ഇത് ലോങ് വീഡിയോ ആയിട്ടിടണമെന്ന്. ഈ അടുത്ത കാലത്തൊന്നും ലോങ് വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്ന ഒരാളല്ല ഞാൻ. ഷോർട്സുകൾ ചെയ്യാം, അതാകുമ്പോൾ സ്മൂത്താണല്ലോ, പാട്ട് കയറ്റിയിടാമല്ലോ. ലോങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ ഇതിന് സോങ് ആഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ വോയിസ് ഓവർ തന്നെ കൊടുക്കണം. വോയിസ് ഓവർ ചെയ്യാനാണെങ്കിൽ എനിക്ക് ഭയങ്കര ചമ്മലാണ്. ആ ഒരു കോൺഫിഡൻസ്, ഓവർ കോൺഫിഡൻസ് എനിക്ക് കിട്ടിയിട്ടേ ഉണ്ടായിരുന്നില്ല. പിന്നെ ഇത്ര കഷ്ടപ്പെട്ടെടുത്തൊരു വീഡിയോ ആയതുകൊണ്ടും ഇത്ര എഫേർട്ട് എടുത്തൊരു കാര്യമായതുകൊണ്ട് ഞാൻ കരുതി ഇത് വെറുതെ കളയണ്ട, അങ്ങോട്ട് 2 കൽപ്പിച്ച് വോയിസ് ഓവർ ചെയ്യാമെന്ന്. അങ്ങനെ എൻ്റെ 2 കൽപ്പിച്ചുള്ള വോയിസ് ഓവറാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതിന് മുമ്പ് ചെയ്ത് പരിചയമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ പറയുന്നത്. സത്യമായിട്ട് അങ്ങോട്ട് പറയാമെന്ന് കരുതി. അടുത്ത പ്രാവശ്യം ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കുമ്പോൾ ഞാൻ എന്തായാലും വരും. ഇതെൻ്റെ പുതിയ പ്രോ കൺസീലറാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്തായാലും ചെയ്യാം. ഇതിപ്പോൾ ആദ്യത്തേതാണ്. അപ്പോൾ ഇതിങ്ങനെ അല്ലാണ്ട് ഇനി പ്രാക്ടീസ് ചെയ്ത് പഠിക്കണമല്ലോ ഇതിനി എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ 2 കൽപ്പിച്ച് ഞാൻ അപ്ലോഡ് ചെയ്തു. ഇതിവിടെ കിടക്കട്ടെ. ആര് കാണുന്നു, കണ്ടില്ല, ലൈക്ക് ചെയ്തു, കമൻറ്റ് ചെയ്തില്ല, ഇതൊന്നും എൻ്റെ ഒരു പ്രശ്നമല്ല. എന്തായാലും എൻ്റെ ഒരു സമാധാനത്തിന് എൻ്റെ ഈ വീഡിയോ ഇവിടെ ഞാൻ അപ്ലോഡ് ചെയ്യാം. പിന്നെ ഇൻ ബിറ്റ്വീൻ ഇഷ്ടമുള്ളവർക്ക് ഇത് ലൈക്ക് ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് തന്നെ അറിയിക്കാം. അപ്പോൾ ശരി, എന്നാൽ ഞാൻ പോട്ടെ.